ഒരു അറുകൊലയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു മല, ഇതിനകത്ത് നടന്ന പേടിപ്പെടുത്തുന്ന ഭീകരമായ സംഭവങ്ങൾ കാരണം ഇപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും ആരും വരാറില്ല. 2 പേര് ഇതിനകത്ത് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. പുറത്തു നിന്ന് കാണുന്ന ഭീകരതയെക്കാളും ഉള്ളിലേക്ക് കയറി വരുംതോറും ഇതിനകത്ത് മറ്റൊരു ലോകം പോലെയാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ എൻട്രൻസിലാണ്. ഇവിടെ നിന്നും അകത്തേക്കാണ് നമുക്ക് കയറി പോകാനുള്ളത്. നമുക്കെന്തായാലും ആ ഉൾഭാഗത്തേക്ക് കയറി നോക്കാം. ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നത് നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലത്തേക്കാണ്. ഇത് കണ്ടോ, വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഈ മല. ഇപ്പൊ നിറച്ചും വെള്ളമാണ് ഈ കാണുന്നത് മൊത്തം. ഈ മലയുടെ ഭൂരിഭാഗവും ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതായത് ഈ ടോപ്പിൽ നിന്നും ഈ ഏകദേശം ഇതിൻ്റെ താഴെ വരെ എത്താൻ 300 അടിയോളം താഴ്ചയുണ്ട്. ആ ഭാഗത്തേക്കാണ് ലോറി ഇതുവഴി വന്ന് താഴോട്ട് കറങ്ങി അവിടെ നിന്ന് ലോഡെടുത്ത് തിരിച്ച് ഇതേ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഭീകരമായ സംഭവങ്ങളെല്ലാം നടന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ പുറത്ത് കാണുന്ന റോഡ് അങ്ങനെയുള്ളൊരു ലോകമേ അല്ല. ഇതിനകത്ത് വേറൊരു വനത്തിനുള്ളിൽപ്പെട്ട ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് കയറുമ്പോൾ. ആ കാണുന്ന സൈഡില്ലേ, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സൈഡില്ലേ, ഇവിടെ ഒന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ട ആ ഭാഗത്താകണ്ട ഇടിഞ്ഞ് വീണ് കിടക്കുവാണ്. നേരത്തെ അങ്ങോട്ടൊക്കെ നടന്നു പോകാനുള്ള വഴികളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പോൾ കണ്ട ഈ മഴയത്താണ് കണ്ട ഇടിഞ്ഞ് വീണ് കിടക്കുവാണ്. അങ്ങോട്ടൊക്കെ ഇതിൻ്റെ ആ പറയുന്ന എഡ്ജ് ഭാഗത്തോട്ടൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അങ്ങോട്ടൊന്നും ഇപ്പം നമുക്കിനി പോകാനേ പറ്റൂല. ഈ കര ഇങ്ങനെ ഇടിഞ്ഞ് വന്ന് വീണുകൊണ്ടിരിക്കണം. നമുക്ക് ആ ഭാഗത്ത് ആ മരങ്ങൾ കാണുന്ന സ്ഥലത്ത് ഒന്ന് ചെന്ന് ചവിട്ടാൻ പോലും പറ്റൂല. കാരണം അത്രയും വേണ്ടി പൊതഞ്ഞ് ഒരു മെത്ത പോലെയാണ് ആ ഭാഗത്തൊക്കെ കിടക്കുന്നത്. രണ്ടുപേര് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒരാൾ വീണ് മരിച്ചത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രദേശവാസിയായ ഒരു പയ്യനായിരുന്നു വീണ് മരിക്കുന്നത്. നല്ലതുപോലെ നീന്താൻ അറിയുന്ന ഒരാളായിരുന്നു അവൻ. ഈ സ്ഥലത്തെ പറ്റി പേടിപ്പിക്കുന്ന ആദ്യമായിട്ടുള്ളൊരു സംഭവം പുറംലോകം അറിയുന്നത് ഏകദേശം 30-35 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഈ ഭാഗത്ത് ലോഡ് എടുക്കാനായിട്ട് വെളുപ്പംകാലം 4 മണിക്ക് ലോറിയും കൊണ്ടൊരു ഡ്രൈവറും ക്ലീനറും വരുവാൻ. അവർ വണ്ടി ആ ഭാഗത്തേക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങ് താഴെ ഭാഗത്തായിട്ട് ആ വെള്ളത്തിനൊക്കെ താഴെ അന്ന് വണ്ടി ഇറങ്ങി പോണ വഴിയായിരുന്നു അതെല്ലാം. അവിടെ ആയിട്ട് ആരോ ഇരുന്ന് മെറ്റിലടിക്കണ കണക്ക് കണ്ട് ഈ ക്ലീനർ ഇത്രയും രാവിലെ ഇത് ആരാണ് വന്ന് മെറ്റിലടിക്കണമെന്ന് അറിയാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി അടുത്ത് ചെന്നിട്ട് ആരാന്ന് വിളിച്ചു ചോദിച്ചതും ഈ രൂപം പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ഏകദേശം 7 അടിയോളം പൊക്കം ഉണ്ടാക്കി. എന്നിട്ടൊരു അലർച്ചയോട് കൂടി അവർ ഈ താഴെ നിന്ന് വടത്തി പിടിച്ച് ഇങ്ങ് മുകളിലുള്ള കാട്ടിലോട്ട് ഭയങ്കര സ്പീഡിന് കയറി ഓടിപ്പോയെന്നാണ് പറയുന്നത്. സാധാരണ തമിഴടിക്കാൻ വരുന്നവർ വരെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചരിവിൽ നിന്ന് ചെയ്യുന്ന ജോലി. അവിടെയാണ് ഈ സ്ത്രീയെ തോന്നിക്കുന്ന ഈ രൂപം ഇത്രയും സ്പീഡിൽ പോയെന്ന് പറയുന്നത്. ഇതോടെ ഇയാൾ ഷോക്ക് അടിച്ച കണക്ക് ബോധം കെട്ട് വീഴുകയാണ്.
ഈ ഒരു സംഭവമാണ് ഈ നാട്ടുകാരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഈ ഏരിയയെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ആദ്യത്തെ മരണം ഇവിടെ നടക്കുന്നത് ഈ മലയുടെ തൊട്ട് മുകളിൽ കാണുന്ന കാട്ടിലാണ്. അവിടെ ഈ നാട്ടുകാർ പോറ്റി എന്ന് വിളിക്കുന്ന ഒരാൾ ഇവിടെ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാളെ ബോഡി റിക്കവർ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു അറുകൊലയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. മുമ്പ് ഇവിടെ ഈ വഴിയിലൂടെ അത്രയും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. രാത്രി കാലങ്ങളിൽ ഇതുവഴി ഒറ്റയ്ക്ക് പോകുന്നവരെ പല രൂപങ്ങളായിട്ടും കണ്ട് പേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിനക്കരെയായിട്ട് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിലന്ന് 7 ദിവസത്തെ ചടങ്ങുകളാണ്. 6-ാം ദിവസം രാത്രി പരികർമ്മികളെല്ലാം കൂടെ ജോലി കഴിഞ്ഞപ്പോൾ രാത്രി ഒരുപാട് വൈകി. അവർക്ക് വീട്ടിൽ പോകാനായിട്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഒരു വാഹനം അറേഞ്ച് ചെയ്തു. പണ്ടത്തെ അംബാസഡർ കാറിലാണ് അവർ തിരിച്ചു പോകുന്നത്. പക്ഷെ പോകാൻ നേരം മെയിനായിട്ടുള്ള കർമ്മി അവരുടെ അടുത്ത് പറഞ്ഞത്, പോകുന്ന വഴിക്ക് എന്ത് തടസ്സം നിന്നാലും നിങ്ങൾ വണ്ടി നിർത്തരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. ഈ മലയുടെ ഭാഗത്തെത്തിയപ്പോൾ ഈ ഡ്രൈവർക്ക് പെട്ടെന്ന് നല്ല ഹൈറ്റുള്ള ഒരു രൂപം പെട്ടെന്ന് വണ്ടിക്ക് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ് കണ്ടത്. ഇയാൾ പേടിച്ച് ഇയാളെ നിയന്ത്രണം പോയെങ്കിലും ഒരുവിധം വണ്ടി കൺട്രോളിലാക്കി നിർത്തി. അവരെ കൊണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞത്, ഇന്ന് രാത്രി എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകണ്ട, നാളെ രാവിലെ ഇവിടുന്ന് തിരിച്ചു പോയാൽ മതിയെന്നാണ്. കാരണം എന്തോ ഒരു ശക്തി ഇതിനകത്തുണ്ടെന്നാണ് നാട്ടുകാരും പൊതുവെ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ നിന്നത് ആ ഭാഗത്താണ്. ഈ മരത്തിൻ്റെ അപ്പുറത്തായിട്ടുള്ള ഒരു പാറയിലാണ് ഞാൻ കയറി നിന്നത്. ഇതൊക്കെ ഇടിഞ്ഞ് വീണതാണ്. കണ്ടോ, ഈ പാറയൊക്കെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡ് കര ഇടിഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡേഞ്ചറാണ്, വളരെ ഡേഞ്ചറാണ്. കണ്ടോ, ഇതിനങ്ങോട്ടൊക്കെ നല്ല പാമ്പും മറ്റൊക്കെ ശല്യം ഒരുപാടുണ്ട്. അങ്ങോട്ട് രാത്രി എന്നല്ല പകൽ പോലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ഒരു ഭാഗത്ത് കണ്ട, അവിടെയാണ് നേരത്തെ ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞ ആ സ്ഥലം. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ മൃഗങ്ങൾ ഇറങ്ങുന്ന സമയമായി, അതാണ് അങ്ങനെ ആ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണമെന്നുണ്ട്, പക്ഷേ ഈ കരയ്ക്ക് ഒട്ടും ബലമില്ലാതെ നിൽക്കുകയാണ്. ആ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതൊക്കെ ജോയിൻ്റ് ആയിരുന്ന സ്ഥലങ്ങളാണ്. ആ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അതൊക്കെ ചേർന്ന് നിന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് താഴോട്ട് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞ സിറ്റുവേഷനാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ആ ഭാഗത്തായിട്ട് ഈ കുറുക്കന്മാരുടെ മാളങ്ങളൊക്കെയാണ്. രാത്രിയാകുമ്പോൾ ഇതെല്ലാം കൂടെ പുറത്തിറങ്ങി ഓരിയിടലും ഒരു ബഹളമാണ്, ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഇവിടെ രാത്രി ഇതുവഴി വണ്ടിയിലൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ക്രോസ് ചെയ്യുന്നു. ഈ ഏരിയയെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന കഥകൾക്ക് പിന്നിൽ എന്തെങ്കിലും സത്യം കാണുമോ? അതോ ഇത്തരത്തിൽ അബാൻഡൻഡ് ആയിട്ട് വെള്ളം നിറഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് ആരും വരാതിരിക്കാനായിട്ട് നാട്ടുകാർ തന്നെ പറയുന്ന ഒരു കെട്ടുകഥകൾ അത് മാത്രമാണോ ഇതെല്ലാം? എന്തായാലും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മാത്രമേ ഒരു നൈറ്റ് വീഡിയോ ഞാനിവിടെ ചെയ്യുകയുള്ളൂ. അപ്പോൾ നേരം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.